ഇപ്പോൾ താപനില വളരെയധികം കൂടി വരികയാണ്. ദൈനംദിനമായിട്ട് ജന്തുക്കളും പക്ഷികളും എല്ലാം വളരെയധികം കുടിവെള്ളത്തിനായിട്ടും ശരീരം തണുപ്പിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്ന സമയമാണ്. ഈ സമയത്ത് തട്ടേക്കാട് പക്ഷി സംഘത്തിൽ പ്രത്യേകമായൊരു പരിപാടി നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. വേനൽ ചൂടിൽ പക്ഷികൾക്കൊരു കൈത്താങ് എന്നതാണ് നമ്മുടെ ഈ സന്ദേശവും പ്രോഗ്രാമും. ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ജീവനക്കാരും സ്റ്റാഫും എല്ലാം ചേർന്ന് ലഭ്യമായ സ്ഥലങ്ങളിലെല്ലാം ബേഡ് ബാത്ത് സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പാർക്കിംഗ് ഏരിയയിലും IB ഡോർമെട്രി, അതുപോലെ തന്നെ ആനിമൽ റീഹാബിലിറ്റേഷൻ സെൻ്റർ, അങ്ങനെ ഒഴിവായി കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം 5-10 അടി ഉയരത്തിൽ നമ്മൾ തൂണുകൾ പോലെ സ്ഥാപിച്ച് അതിൽ മൺചട്ടി വാങ്ങി വെച്ച് വെള്ളം നിറച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, പക്ഷികളെ പോലെയുള്ള വളരെയധികം ഡെലിക്കേറ്റ് ആയിട്ടുള്ള ജീവികൾക്ക് ദൈനംദിനം പല പ്രാവശ്യം വെള്ളത്തിൽ വന്ന് കുളിക്കുകയും അതിൻ്റെ ശരീരം തണുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുള്ളതാണ്. ഈ ബേഡ് ബാത്ത് നമ്മൾ സ്ഥാപിച്ചതിന് ശേഷം നമ്മുടെ നിരീക്ഷണത്തിലും ധാരാളം പക്ഷികൾ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. അവയുടെ തൂലുകൾ ക്ലീൻ ചെയ്യുന്നതിനും അതിന് പറക്കാൻ സഹായിക്കുന്നതിനും താപനില ക്രമീകരിക്കുന്നതിന്, കീടങ്ങളെ ഒഴിവാക്കുന്നതിന്, അതുപോലെ തന്നെ ശരീരത്തിൽ മൊത്തമായിട്ടും ഈ പുറത്തുള്ള ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിനൊക്കെ ആയിട്ട് ദിവസങ്ങളിൽ പല നേരങ്ങളിൽ ഇത് വന്ന് ബാത്ത് ചെയ്യാറുണ്ട്. പിന്നെ പക്ഷികളുടെ തൂലുകളിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള പൊടി അവയെല്ലാം നീക്കം ചെയ്ത് കീടങ്ങളിൽ, ചെറിയ ചെള്ളു മുതലുള്ള കീടങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിനും അവ ഈ വെള്ളത്തിലുള്ള കുളി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ സ്ഥലത്ത് പക്ഷി നിരീക്ഷണം, മൈക്രോ ലെവലിൽ പക്ഷി നിരീക്ഷണത്തിനും ഇത്തരത്തിലുള്ള ബേഡ് ബാത്തിങ് സഹായിക്കുന്നുണ്ട്. നമുക്കൊരു തട്ടേക്കാട് പോലെ പക്ഷി സങ്കേതം പോലെ സ്ഥലത്ത് ഡീപ്പ് വാട്ടർ ബോഡി ധാരാളം ഉണ്ട്. പക്ഷെ ഇതുപോലുള്ള ചെറിയ സ്ഥലങ്ങളിൽ ഇപ്പോൾ വെള്ളം ലഭ്യമല്ല. കാട്ടിലും പാറയിടുക്കുകളിലൊക്കെ ചെറിയ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളിലാണ് ഇങ്ങനെ ഇവരത് ബേഡ് ബാത്ത് ചെയ്യാറുള്ളത്. പക്ഷെ വേനൽ കടുത്തപ്പോൾ അവയെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പക്ഷികൾ, ഇതുപോലെ ചെറുതരം പക്ഷികൾക്ക് കുളിക്കാനുള്ള, അല്ലെങ്കിൽ ശരീരം തണുപ്പിക്കാനുള്ള, അല്ലെങ്കിൽ കുടിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിലാണ് പക്ഷി സംഘത്തിലെ ജീവനക്കാരെ മുൻകൈയെടുത്ത് ബേഡ് ബാത്തുകൾ സ്ഥാപിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ പലയിനം പക്ഷികൾ വന്നു പോകുന്നുണ്ട്. നമ്മൾ നിരീക്ഷണത്തിൽ കാക്കകൾ, ബുൾബുളുകൾ, ഫ്ലൈ കാച്ചറുകൾ, മൈനകൾ, ഡ്രോങ്കോകൾ, അതുപോലെ ത്രഷുകൾ, വാർബ്ലേഴ്സ്, മാക്ബൈ റോബിന്, അതുപോലെ തന്നെ ഹൗസ് പാരോസ്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളിൽപ്പെട്ട പക്ഷികൾ വന്ന് കുളിച്ചും കുടിച്ചും ആനന്ദിച്ചും പോകുന്നുണ്ട്. അതൊരു വലിയ എന്താ പറയുക, ഒരു സേവനവും ഒരു സന്തോഷവും അതുപോലെ തന്നെ ഒരു സന്ദേശവും മറ്റുള്ള ആളുകൾക്ക് നൽകുന്നതിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ കഴിയുന്നത്ര ആളുകൾ എല്ലാവരും തങ്ങളുടെ കെട്ടിടത്തിൻ്റെ പ്രിമൈസസുകളിൽ ഇതുപോലെ താൽക്കാലികമായിട്ടുള്ള ബേഡ് ബാത്തുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ അത് സംസാരശേഷിയില്ലാത്ത, നിസ്സഹായരായ, നിരാലംബരായിട്ടുള്ള ഇത്തരത്തിലുള്ള പക്ഷികളെ പോലുള്ള ജീവികൾക്ക് വളരെയധികം ഉപകാരമാകും എന്നുള്ള സന്ദേശം കൂടി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും.